Hi, hello all, welcome to my YouTube channel. Next work എന്ന് പറയുന്നത് റീഡിംഗ് ലിറ്ററേച്ചർ 1 ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ് റിട്ടൺ ബൈ ഖലീൽ ജിബ്രാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി റൈറ്റർ. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്, ഫിലോസഫറാണ് ആൻഡ് ഓൾസോ ആൻ ആർട്ടിസ്റ്റാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ പ്രോഫറ്റ്. പ്രോഫറ്റിനകത്ത് ഒരുപാട് പോയറ്റിക് എസ്സേസ് ആണുള്ളത്, ഒരുപാട് ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ക്ലാസിക് ഇൻ മോഡേൺ സ്പിരിച്വൽ ലിറ്ററേച്ചർ. സോ ഖലീൽ ജിബ്രാൻ്റെ വർക്കിൻ്റെ മെയിൻ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഫിലോസഫിക്കൽ തീംസ് കാണും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. അതായത് ലവ്, ഫ്രീഡം, പെയിൻ, ജോയ്, സെൽഫ് ഡിസ്കവറി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് വരുന്ന തുടരെ വരുന്ന തീംസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ എക്സ്പീരിയൻസ്, വിസ്ഡം, അതുപോലെ തന്നെ ഹൗ ടു ലിവ് എ മീനിങ് ഫുൾ ലൈഫ്, അത് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. സ്പിരിച്വാലിറ്റിയാണ് അടുത്ത ഒരു തീം എന്ന് പറയുന്നത്. ഡീപ്ലി സ്പിരിച്വലാണ് ഖലീൽ ജിബ്രാൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഫ്രം വേരിയസ് റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ് ഖലീൽ ജിബ്രാൻ സംസാരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിംബോളിസം ആൻഡ് മിസ്റ്റിസിസം. സോ ഇദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ സിംബോളിസവും മിസ്റ്റിസിസവും എന്നുള്ള എലിമെന്റ്സ് വളരെയധികം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേച്ചർ, അതിൻ്റെ എലിമെന്റ്സ് എന്താണ്, പിന്നെ കുറച്ച് ഇമേജസ്, മിത്തിക്കലായിട്ടുള്ള ഇമേജസ്, അതൊക്കെ വളരെ വലിയ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, ഡീപ്പർ ട്രൂത്ത്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഹ്യൂമൻ സോളിനെ കുറിച്ചും നമ്മുടെ ഹ്യൂമൻ സോളിന് ഡിവൈനുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം. ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ പോയിറ്റിക് ലാംഗ്വേജ് ആണ്, വളരെ സിമ്പിൾ സ്റ്റൈലാണ്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ലിറ്റററി ട്രഡീഷൻ്റെ ഒരു ബ്ലെൻഡാണ് ഇദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ വളരെ സിമ്പിൾ ആൻഡ് സിമ്പിൾ സ്റ്റൈലിലാണ് എഴുതുന്നത്. ഇനി ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ് നമ്മുടെ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്സും ഒരുപാട് ഉണ്ട്. ആൻഡ് മേജർ വർക്ക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ദ പ്രൊഫറ്റ് ആണ്. പ്രൊഫറ്റ് എന്നുള്ളത് ജിബ്രാൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. 26 പോയറ്റിക് എസ്സേസ് വരുന്നൊരു കളക്ഷനാണ് ദ പ്രൊഫറ്റ് എന്ന് പറയുന്നത്. ലവ്, മാരേജ്, വർക്ക്, ഫ്രീഡം, ഡെത്ത്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാഡ് മാൻ എന്ന് പറയുന്നത് കുറേ പാരബിൾസും പ്രോസ് പോയംസും കൂടി വരുന്ന ഒരു വർക്കാണ്. മാഡ്നസിനെ കുറിച്ചും ട്രൂത്തിനെ കുറിച്ചും ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. സാൻഡ് ആൻഡ് ഫോം എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, അതിനകത്ത് ഫുള്ള് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജീസസ് ദി സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിന്റെ ലൈഫ് ത്രൂ വേരിയസ് ക്യാരക്ടേഴ്സ്, അതാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്രൈസ്റ്റിന്റെ ടീച്ചിങ്സിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ദി ബ്രോക്കൺ വിങ്സ് എന്ന് പറഞ്ഞൊരു പൊയറ്റിക് നോവലുണ്ട്, അതൊരു യങ് മാനിന്റെ ട്രാജിക് ലവ് സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി പോയത്തിലോട്ട് കിടക്കാം. ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് എ ഫുൾ അല്ലെങ്കിൽ ഈസ്തെറ്റിക് അല്ലെങ്കിൽ ഓതന്റിക് ലൈഫ്, അതായത് എങ്ങനെ നമുക്കൊരു മീനിങ് ഫുൾ ലൈഫ് നമുക്ക് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഗൈഡ് പോലെ നമുക്കിതിനെ കാണാം. ഒരു ഫിലോസഫിക്കൽ ഗൈഡാണിത് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് എ ഫുൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓതന്റിക് ലൈഫ് വിത്തൗട്ട് സെറ്റിലിംഗ് ഫോർ മീഡിയോക്കർ അല്ലെങ്കിൽ മീഡിയോക്രിറ്റി ഇൻ എനി റെസ്പെക്ട്. സോ അതായത് നമ്മൾ ഒരു എങ്ങനെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലല്ല, എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു കംപ്ലീറ്റ് ഇൻ ദ സെൻസ് ഒരു സാറ്റിസ്ഫാക്ടറി ലൈഫ് നമുക്ക് എങ്ങനെ വിത്ത് ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടി നമുക്ക് എങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാം, വിത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പീസ്ഫുൾ ലൈഫ് നമുക്ക് എങ്ങനെ ലീഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരു മീഡിയോക്കർ ലൈഫിന് വേണ്ടി നിൽക്കാതെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഹാഫ്സിന് വേണ്ടി സെറ്റിൽ ചെയ്യരുത്. ഹാഫ്സ് എന്ന് വെച്ചാൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിന് വേണ്ടി നമ്മൾ സെറ്റിൽ ചെയ്യരുത് എന്നാണ് പോയിട്ട് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. ഫസ്റ്റ് ലൈൻ തന്നെ, ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ്, ആൻഡ് ദിസ് ഈസ് ദി ടൈറ്റിൽ ഓൾസോ. ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇൻസിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ചെന്ന് ചാടരുത്. ഫുൾ അല്ലെങ്കിൽ ഒരു ട്രൂ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് പോവുക, അതായത് ഇൻവോൾവ് ആവുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു നോട്ട് എന്റർടൈൻ ഹാഫ് ഫ്രണ്ട്സ്. ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ഫ്രണ്ട്ഷിപ്സ് ദാറ്റ് ആർ ഷാലോ അല്ലെങ്കിൽ വൺ സൈഡഡ് ഫ്രണ്ട്ഷിപ്സിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സിന് പോകാതിരിക്കുക. റിയൽ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫീലിംഗ് കാണും, ഒരു കംപ്ലീറ്റ്നെസ് കാണും, അല്ലെങ്കിൽ വളരെ ഒരു ഹോൾ ഹാർട്ടഡ്നെസ് കാണാം. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ഇൻഡൽജ് ഇൻ വർക്ക്സ് ഓഫ് ദി ഹാഫ് ടാലന്റഡ്. അതായത്
ഡെഡിക്കേഷനോടുകൂടിയും എക്സലൻസോടുകൂടിയുമുള്ള ജോലി ചെയ്യുക. അതായത് അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ജോലികൾ ചെയ്യാൻ, അല്ലെങ്കിൽ ജോലികളിൽ നമ്മൾ ഇൻക്ലൂഡ് ആവാൻ. അല്ലാതെ കമ്മിറ്റ്മെൻറ്റോടുകൂടിയും മാസ്റ്ററിയോടുകൂടിയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ജോലി ചെയ്യുക. അല്ലാതെ ഹാഫ് മൈൻഡോടുകൂടി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയത്തില്ല, നമ്മൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തോട്ട് നമ്മൾ ജോലി ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്താണ്? ഡു നോട്ട് ലിവ് ഹാഫ് എ ലൈഫ് ആൻഡ് ഡു നോട്ട് ഡൈ ഹാഫ് എ ഡെത്ത് എന്ന് വെച്ചാൽ എന്താ മീനിങ്? കംപ്ലീറ്റ് ആയിട്ട്, അതായത് ലിവ് ഫുള്ളി, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, സാറ്റിസ്ഫാക്ഷനോട് ജീവിക്കുക, മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കുക. ആൻഡ് ഷുഡ് എംബ്രേസ് എവറി മൊമെൻറ്റ്, എല്ലാ മൊമെൻറ്റ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരിക്കലും ലൈഫിൽ നമ്മൾ ഒരു കാര്യവും ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ജീവിക്കാതെ നമ്മൾ മരിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അതായത് മരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വേണം. ഐ ഹാവ് ലിവ്ഡ് ഇൻ സച്ച് ആൻഡ് സച്ച് വേ, ഐ ഹാവ് ലിവ്ഡ് എ പീസ്ഫുൾ ലൈഫ്, അല്ലെങ്കിൽ ഐ ഹാവ് ലിവ്ഡ് എ മീനിങ് ഫുൾ ലൈഫ്. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. യു ഷുഡ് ബി സിൻസിയർ ടു യുവർ സെൽഫ്. ഓക്കെ, ഇഫ് യു ചൂസ് സൈലൻസ് ദെൻ ബി സൈലന്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? സൈലൻസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഓപ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരു എസ്കേപ്പിസം ആയിട്ടോ ഒരു പ്രിട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രിട്ടൻഷൻ പോലെ നമ്മൾ സൈലൻസിനെ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ എന്താ പറയുക, സൈലൻസ് പ്രിട്ടൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസമായിട്ട് നമ്മൾ സൈലൻസ് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക. അല്ലാതെ നമ്മൾ പേടിച്ച് മാറി, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്രിട്ടൻഷൻ കൊടുത്ത് മാറി ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം പോലെ സൈലൻസിനെ യൂസ് ചെയ്യാതിരിക്കുക. വെൻ യു സ്പീക്ക് ഡു സോ അൺടിൽ യു ആർ ഫിനിഷ്ഡ്. അതായത് കംപ്ലീറ്റ്നെസ്സോടുകൂടിയും കറക്റ്റ് ഇന്റൻഷനോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും സംസാരിക്കുക. തോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അൺഫിനിഷ്ഡ് ആയോ ഹാഫ് എക്സ്പ്രസ്ഡ് ആയോ നിർത്താതിരിക്കുക. നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യം കാണും, പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ സംസാരിക്കാതിരിക്കുക. ഡു നോട്ട് സൈലൻസ് യുവർ സെൽഫ് ടു സേ സംതിങ്. അതായത് ഡു നോട്ട് സപ്രസ് യുവർ വോയിസ് ഓർ തോട്ട്സ്. ഇഫ് യു വാണ്ട് ടു എക്സ്പ്രസ് സംതിങ് ടു സംബഡി, എന്ത് ചെയ്യരുത്? നമ്മൾ സപ്രസ് ചെയ്യരുത് നമ്മുടെ തോട്ട്സ്, ഓപ്പൺ ആയിട്ട് പറയുക. ആൻഡ് ഡു നോട്ട് സ്പീക്ക് ടു ബി സൈലന്റ്. അതായത് സൈലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യരുത്. മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം വാതിറക്കുക. ഇഫ് യു അക്സെപ്റ്റ് ദെൻ എക്സ്പ്രസ് ഇറ്റ് ബ്ലണ്ട്ലി. ഡയറക്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമ്മളിപ്പോൾ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ പറയുക. നമ്മളൊരു അംബിഗ്യസ് ആയിട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഡിലമയിലോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അതിനകത്ത് നമ്മൾ ഒളിച്ചിരിക്കുകയും ചെയ്യരുത്. ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും. ഡു നോട്ട് മാസ്ക് ഇറ്റ്. അതായത് ട്രൂ ഫീലിങ്സും നമ്മുടെ ട്രൂ ഇന്റൻഷൻസിനും നമ്മൾ ഒരിക്കലും ഹൈഡ് ചെയ്ത് കവർ ചെയ്തിരിക്കരുത്. നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഇഫ് യു റെഫ്യൂസ് ദെൻ ബി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇനി അഥവാ നമ്മൾ വല്ല കാര്യങ്ങൾ റെഫ്യൂസ് ചെയ്താലും അതിനുള്ള റീസണും ക്ലിയർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും സ്റ്റേറ്റ് ചെയ്യുക. മിസ്ഇന്റർപ്രിട്ടേഷൻ വരാൻ ഹാപ്പൻ ചെയ്യരുത്. ഫോർ എൻ ആംബിഗ്യസ് റിഫ്യൂസൽ ഈസ് ബട്ട് എ വീക്ക് അക്സെപ്റ്റൻസ്. കാരണം എന്തുകൊണ്ടാണ്? റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിരിക്കണമെന്ന് വെച്ചാൽ കാര്യം എന്താണ്? ബിക്കോസ് ആംബിഗ്യസ് ആയിട്ടുള്ള റിഫ്യൂസലാണെങ്കിൽ അതൊരു വീക്കായിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മളൊരു വീക്കാണെന്നേ തോന്നത്തുള്ളൂ. അതായത് ക്ലിയർ ആയിരിക്കണം നമ്മൾ എന്ത് കാര്യം വേണ്ടാന്ന് പറഞ്ഞാലും വേണം എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ആളുകൾക്ക് മിസ്റ്റേക്കൺ ചെയ്യാനുള്ള ഇത് കൂടും. അപ്പം ഡിസിഷൻസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുക. ഡു നോട്ട് അക്സെപ്റ്റ് ഹാഫ് എ സൊല്യൂഷൻ. അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യരുത്. ചുമ്മാ പാർഷ്യലായിട്ട് ഫിക്സ് ചെയ്തിട്ട് പൊക്കളയരുത്. കോംപ്രമൈസസ് ആണെന്നുണ്ടെങ്കിലും പാർഷ്യലായിട്ട്, അതായത് മനസ്സോടുകൂടി ചെയ്തിട്ട് പോകരുത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് സിൻസിയർ ആയിട്ടങ്ങ് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടേ നമ്മൾ തിരിച്ചു പോകാവൂ. ഡു നോട്ട് ബിലീവ് ഹാഫ് ട്രൂത്ത്സ്. പാർഷ്യലായിട്ടോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ട്രൂത്ത്സ് കേട്ടിട്ട് നമ്മളൊരു ചാടിക്കയറി ഡിസിഷൻസ് എടുക്കരുത്, അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിന് പോകരുത്. ഫുൾ പിക്ചർ കണ്ടിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഡിസിഷൻസ് എടുക്കാവൂ. ഡു നോട്ട് ഡ്രീം ഹാഫ് എ ഡ്രീം. അതായത് നമ്മുടെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫുള്ളി ആയിട്ട് ഡ്രീം ചെയ്യുക വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. ഡു നോട്ട് ഫാന്റസൈസ് അബൌട്ട് ഹാഫ് ഹോപ്സ്. അതായത് ഹോപ്സ് അല്ലെങ്കിൽ അതായത് നമുക്കിപ്പം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണും, പക്ഷെ നമ്മൾ ഒരിക്കലും ആഗ്രഹങ്ങൾ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതൊക്കെ മോശമല്ലേന്നോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുമോ അങ്ങനെയൊന്നും ലിമിറ്റ് ചെയ്യരുത്. നമ്മൾ ഹോപ്പ് ചെയ്താലും നമ്മൾ ഡ്രീം ചെയ്താലും വളരെ ആംബീഷ്യസ് ആയിട്ട് തന്നെ ചെയ്യുക. ഹാഫ് എ ഡ്രിങ്ക് വിൽ നോട്ട് ക്വെഞ്ച് യുവർ ടേസ്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? പാർഷ്യലായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും എഫേർട്സ് എടുത്താലും സൊല്യൂഷൻസ് കൊടുത്താലും അത് ഇന്നാഡിക്വേറ്റ് ആയിട്ട് മാറത്തേ ഉള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ അത് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഹാഫ് എ മീൽ വിൽ നോട്ട് സാഷിയേറ്റ് യുവർ ഹങ്കർ.
അതുപോലെ തന്നെയാണ്. അതായത് കുറച്ച് നമുക്ക് ഒരുപാട് വിശന്നിട്ട് നമ്മൾ പകുതി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹങ്കർ മാറുമോ? ഇല്ല. അപ്പോൾ പാർഷ്യലായിട്ട് ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോ നമ്മൾ എടുക്കരുത്. അത് നമ്മുടെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുകയില്ല. ഹാഫ് ദ വേ വിൽ ഗെറ്റ് യു നോ വെയർ. പാർട്ട് ഓഫ് അതായത് നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ജേർണി നമ്മൾ കവർ ചെയ്യണം. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് നമുക്കൊരു എളുപ്പപ്പണി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ജേർണി അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിലോട്ട് നമുക്ക് എത്താൻ സാധിക്കില്ല. ഹാഫ് ആൻ ഐഡിയ വിൽ ബെയർ യു നോ റിസൾട്ട്സ്. ഇൻകംപ്ലീറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മളെ ഒരിക്കലും സക്സസ്ഫുൾ ആക്കി മാറ്റത്തില്ല. തോട്ട്സ് ആണെങ്കിലും പ്ലാൻസ് ആണെന്നുണ്ടെങ്കിലും അതിനെ ഫുള്ളി ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക. യു അതർ ഹാഫ് ഇസ് നോട്ട് ദി വൺ യു ലവ്. ഫോർ എക്സാമ്പിൾ, ബെറ്റർ ഹാഫ് നമ്മൾ പറയത്തില്ലേ, ഷീ ഈസ് മൈ ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ ഹീ ഈസ് മൈ ബെറ്റർ ഹാഫ്. നമ്മുടെ കംപ്ലീറ്റ്നെസ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മൾ നമ്മളെ തന്നെ, അതായത് നമുക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് അനദർ പേഴ്സൺ അല്ലെങ്കിൽ ഐ നീഡ് എ സെക്കൻഡ് പേഴ്സൺ എന്ന് ലൈഫിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതർവൈസ് എന്ത് ഹാപ്പൻ ചെയ്യും? ഇഫ് യു ആർ ഡിപ്പെൻഡിങ് ഓൺ അനദർ പേഴ്സൺ, അവരിപ്പോൾ നമ്മളെ ഒന്ന് റിജക്റ്റ് ചെയ്താലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്നൊരു നിരാശാബോധമൊക്കെ വരും, ഡിപ്രസീവ് ആവും, നമ്മളെന്തോ പെട്ടെന്നൊരു ഇൻകംപ്ലീറ്റ് ഒരു ഫീലിംഗ് ആയിട്ട് വരും. അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബി ഫുള്ളി അവെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ലിമിറ്റേഷൻസ് ആൻഡ് യുവർ എന്താ പറയുക, നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ അഡ്വാൻറ്റേജസ് നമ്മൾ തന്നെ അറിയുക. അല്ലാതെ എൻ്റെ ബെറ്റർ ഹാഫ് ഇയാളാണ്, ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ കംപ്ലീറ്റ് ആകൂ എന്നില്ല. സോ യു ഷുഡ് ഹാവ് യുവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യു ഇൻ അനദർ ടൈം യെറ്റ് ഇൻ ദ സെയിം സ്പേസ്. അതായത് കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പം സെൽഫ് റിയലൈസേഷൻ നമുക്കുണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ മറ്റേ ആളെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആണ്, അയാളാണ് എന്നെ കംപ്ലീറ്റ് ആക്കുന്നത്, അങ്ങനല്ല. നമുക്ക് തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവണം, നമ്മളെക്കുറിച്ചൊരു ബോധം വേണം. ഇറ്റ് ഈസ് യു വെൻ യു ആർ നോട്ട്. അതായത് നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുക, അത് നമ്മളെ എക്സ്പ്രസ് ചെയ്യുക. ഹാഫ് എ ലൈഫ് ഇസ് എ ലൈഫ് ദാറ്റ് യു ഡിഡിൻ ലിവ്. നമ്മളിപ്പോൾ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ ജീവിതത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. എ വേർഡ് യു ഹാവ് നോട്ട് സെഡ്. അതായത് അൺസ്പോക്കൺ വേർഡ്സ് എന്ന് പറയുന്നത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് കാണിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെയാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന അവസരങ്ങളെയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നത്. എ സ്മൈൽ യു പോസ്റ്റ് പോണ്ട്. അപ്പം നമ്മൾ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വെച്ചിട്ട് സന്തോഷിക്കുക, അത് വേണ്ട, ശരിയാവത്തില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹാപ്പിനെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. എ ലവ് യു ഹാവ് നോട്ട് ഹാഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബൈ ചോയ്സ് അല്ലെങ്കിൽ ബൈ സർക്കംസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു ലവ്, അതിൻ്റെ ഏത് ലവ് ആണെന്നുണ്ടെങ്കിലും കൈൻഡ് ഓഫ് ഫാമിലിയൽ റിലേഷൻഷിപ്സോ അച്ഛനമ്മയോ അച്ഛൻ മകളോ അച്ഛൻ മകനോ അല്ലെങ്കിൽ അമ്മ മകനോ അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പോ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ബ്രദർലി ലവോ സിസ്റ്റർലി ലവോ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ബൈ ചോയ്സ് അല്ലെങ്കിൽ ബൈ സർക്കംസ്റ്റൻസ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു സിഗ്നിഫിക്കൻറ്റ് ലോസ് തന്നെയാണ് എന്ന് പറയുവാണ്. ഫ്രണ്ട്ഷിപ്പ് യു ഡിഡ് നോട്ട് നോ. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നതും നമുക്ക് കിട്ടാവുന്ന കണക്ഷൻസും എക്സ്പീരിയൻസും എല്ലാം മിസ്സായി പോയി എന്നാണ് കാണിക്കുന്നത്. ടു റീച്ച് ആൻഡ് നോട്ട് അറൈവ്. നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ് അവിടെ നമുക്ക് നഷ്ടമായി പോകുന്നത്. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ എൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് വിത്ത് പെർഫെക്ഷൻ. വർക്ക് ആൻഡ് നോട്ട് വർക്ക്. ഇപ്പം ജോലി ചെയ്യുമ്പോൾ നല്ല പാഷനോടുകൂടി ജോലി ചെയ്യുവാണെങ്കിൽ നമ്മളത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകും. ഇപ്പം പാഷനൊന്നും ഇല്ലാതെ വെറുതെ ചുമ്മാ അങ്ങ് ജോലി ചെയ്യുവാണെങ്കിൽ അത് വർക്കിംഗ് ആവത്തില്ല ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജോലി എന്ന് പറയും. നമ്മൾ വെറുതെ ചെയ്യേണ്ടി വരും. അറ്റൻഡ് ഓൺലി ടു ബി ആബ്സെന്റ്. ബീയിങ് ഫിസിക്കലി പ്രസന്റ് എന്ന് വെച്ചാൽ ബീയിങ് ഫിസിക്കലി പ്രസന്റ് പക്ഷേ മെന്റലി ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണലി ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീടും ഇൻഎഫക്റ്റീവ് ആവും അല്ലെങ്കിൽ അൺഫുൾഫില്ലിംഗ് ആവും. ഇപ്പോൾ ക്ലാസ്സിൽ ഓക്കെ യു ആർ ഫിസിക്കലി പ്രസന്റ് ദെയർ, ബട്ട് ഇഫ് യു ആർ നോട്ട് ലിസ്ണിംഗ് ടു യുവർ ടീച്ചർ അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ബിക്കോസ് യു ആർ സംവെയർ, അതായത് ഇമോഷണലി ആബ്സെന്റ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, വാട്ട് മേക്സ് യു സ്ട്രോങ്ങർ ടു ദം ക്ലോസസ്റ്റ് ടു യു ആൻഡ് ദേ സ്ട്രേഞ്ചേഴ്സ് ടു യു. അതായത് ഇപ്പം നമ്മൾ what makes you a stranger to them closest to you and they strangers to you. ഹാഫ് ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ആരുടെയും ലൈഫിൽ നിൽക്കാതിരിക്കുക. അപ്പം ഇമോഷണൽ ഡിസ്റ്റൻസ് അത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഹാഫ് ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ഒരാളുടെ ലൈഫിലും നിൽക്കാതിരിക്കുക. ദ ഹാഫ് ഇസ് എ മിയർ മൊമെന്റ് ഓഫ് ഇന്നബിലിറ്റി. ഈ ഹാഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്നെസ് എന്ന് വെച്ചാൽ അതൊരു ടെമ്പററി വീക്ക്നെസ് ആണ്. അതൊരിക്കലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തില്ല. നമ്മളൊന്ന് വിചാരിച്ച് അത് മാറ്റാവുന്നതേ ഉള്ളൂ. But you are able for you are not half a being.
നമ്മൾ ഫുള്ളി കേപ്പബിൾ ആൻഡ് കംപ്ലീറ്റ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് ഡോണ്ട് സെറ്റിൽ ഫോർ എനി ഹാവ്സ് അല്ലെങ്കിൽ എനി ഇൻകംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കേപ്പബിൾ ആണ് ഓരോ കാര്യത്തിലും. യു ആർ എ ഹോൾ ദാറ്റ് എക്സിസ്റ്റ് ടു ലിവ് എ ലൈഫ്, നോട്ട് ഹാഫ് എ ലൈഫ്. നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എംബ്രേസ് ചെയ്ത് മനസ്സിലാക്കി സെൽഫ് റിയലൈസേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്നാൽ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നമ്മൾ റിജക്റ്റ് ചെയ്തുകൊണ്ടും ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടും റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടും നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെയാണ് ബാധിക്കുന്നത്. സോ എന്താണ് ഈ ഒരു പോം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയോക്രിറ്റി, ഒരു ഡൾനെസ് അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ഓർഡിനറി ലൈഫ് നമ്മൾ റിജക്റ്റ് ചെയ്യുക, കംപ്ലീറ്റ്നെസ് എല്ലാം നമ്മൾ എംബ്രേസ് ചെയ്യുക, ആൻഡ് ലിവ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് പൊട്ടൻഷ്യൽ. നല്ല രീതിയിൽ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഒറിജിനലായിട്ട് ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും ഒരു ഹോൾ ഹാർട്ടഡ്നെസ് നമുക്ക് തോന്നുകയുള്ളൂ. ഇതാണ് പോം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.